മിഥുനിൽ വരാം. നമുക്ക് ആ സ്ഥലത്തെ പരിശോധന സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും പുഴയുടെ അരികിലുള്ള എല്ലാ സാധ്യതകളും അവസാനവട്ടം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. കാരണം ദൗത്യം അത്ര കണ്ട് സംശയകരമായ ഏത് തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാലും അത് ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അതാണ് സർക്കാർ ആവർത്തിക്കുന്നത്. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരിച്ചറിയപ്പെടാത്ത ഈ മൃതദേഹങ്ങൾ അതിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. അത് ഇന്നലെ 8 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. പക്ഷേ ഇന്നും ഒരുപക്ഷെ ആ നടപടിക്രമങ്ങൾ നടക്കും. കാരണം തിരിച്ചറിയാൻ വേണ്ടി ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സംശയം തോന്നുന്നവർക്കൊക്കെ ഒരവസരം കൂടി നൽകുകയാണ്. MG, നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കാം. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ് ഉള്ളത് മേപ്പാടി ആശുപത്രിയിലാണ്, മോർച്ചറിക്ക് സമീപമാണ്. അനീഷ്, നമ്മൾ കണ്ടതാണ് ഇന്നലെ അനീഷ് തന്നെ അവിടെ നിന്ന് ഇപ്പോൾ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയാണ് ചെയ്തത്. എന്താണ് ഇനി അവശേഷിക്കുന്ന നടപടിക്രമം? എന്താണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ പൂർത്തിയാക്കാനുള്ളത്? സജിത്ത്, ഇവിടെ ഇപ്പോൾ 29 മൃതദേഹങ്ങളാണ്, അതായത് സ്ത്രീയുടേതോ പുരുഷന്മാരുടേതോ ഒന്ന് തിരിച്ചറിയാൻ കഴിയുകയും എന്നാൽ ആരുടെയെന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്യാതിരിക്കുന്ന 29 പൂർണ്ണ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട്. ഒപ്പം ഈ ശരീരഭാഗങ്ങൾ വിവിധ ശരീരഭാഗങ്ങളായി കൂടെ കണക്കിലെടുക്കുമ്പോൾ 85 എണ്ണമാണ് ഇനി ഈ താൽക്കാലിക മോർച്ചറിയിൽ അവശേഷിക്കുന്നത്. ഇന്ന് ഉച്ചവരെ ഇത് ഏതെങ്കിലും ആളുകൾ തിരിച്ചറിയാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ആളുകൾക്ക് ഈ തങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഉറ്റവരൊക്കെ മരിച്ചു എന്ന് കരുതുന്നവർക്ക് ഇവിടെ വന്ന് ഈ മൃതദേഹങ്ങൾ പരിശോധിക്കുകയും മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളിൽ ഈ കൈകൾ, കാലുകൾ, മറ്റ് ശരീരഭാഗങ്ങൾ എന്നിവയൊക്കെ പരിശോധിച്ച് തങ്ങളുടെ ബന്ധുക്കളുടേതാണോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും രേഖകൾ ആ ശരീരത്തുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ ഉച്ചവരെ പരിശോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ 85 മൃതദേഹ ശരീരങ്ങളും പുത്തുമലയിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാൻ തന്നെയാണ് തീരുമാനം. ഉച്ചവരെ കാത്തിരിക്കും എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരം ശരീര അടയാളങ്ങൾ കൊണ്ട് ആളുകൾ തങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞിരുന്നു. ചിലർ മൈലാഞ്ചിയിട്ട കൈകൾ, മൈലാഞ്ചി പാടുകൾ കണ്ടാവും, ചിലർ പല്ലിനിടയിലെ വരി വെച്ചാവും, അല്ലെങ്കിൽ ആഭരണങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മുഖത്തെ രൂപം കൊണ്ടും അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റ് അടയാളങ്ങൾ കൊണ്ടൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ മൃതശരീരങ്ങളുള്ളത്. ഇന്നലെ പോലും ഈ ഇവിടുന്ന് കൊണ്ടുപോകാൻ നേരത്ത് ഒരു തർക്കം അല്ലെങ്കിൽ ഒരാൾ അവകാശപ്പെട്ട് വന്നെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിരന്തരമായി ആളുകൾ എല്ലാ ദിവസവും ഒന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നാൽ ഇത് അനിശ്ചിതമായി ഈ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരും. പല മൃതശരീരങ്ങളും ഏതാണ്ട് അഴുകിയ നിലയിൽ കൂടിയാണ്. ഏറ്റവും അഴുകിയ 8 എണ്ണമാണ് ഇന്നലെ കൊണ്ട് സംസ്കരിച്ചത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ അജ്ഞാത മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ പരിശോധിക്കാം. തങ്ങളുടെ ഉറ്റവരാരെങ്കിലും ഈ അജ്ഞാത മൃതദേഹങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസരമുണ്ട്. ഒപ്പം ഇവയുടെ എല്ലാം DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ അടക്കം ചെയ്യുന്ന കുഴിമാടത്തിനുള്ളിൽ ഒരു ചെറിയ കുപ്പിയിൽ ഈ DNA സാമ്പിളിന്റെ വിശദാംശങ്ങളൊക്കെ ഉള്ളടക്കം ചെയ്യുമെന്നാണ് ഇന്നലെ മന്ത്രി പറയുകയും ചെയ്തത്. കാരണം ഭാവിയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ അത് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ഒരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഉച്ചവരെ ഈ മൃതശരീരങ്ങൾ പരിശോധിക്കാനുള്ള അവസരമുണ്ടാവും. അതിനുശേഷം വൈകുന്നേരത്തോടെ ഇവ പുത്തുമലയിൽ എത്തിച്ച് സംസ്കരിക്കും. പൂർണ്ണമായ നമ്മൾ മുമ്പ് കേട്ട് പരിചയമില്ലാത്ത നടപടിക്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതാണ് അനീഷ് സൂചിപ്പിച്ചതും. കാരണം മൃതദേഹങ്ങൾ ഒരുപക്ഷെ അടുത്ത ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ അവശേഷിപ്പുകളില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ചില സൂചനകൾ ഒക്കെ അനുസരിച്ചാണ് തിരിച്ചറിയുന്നത്. കയ്യിലെ ചില മോതിരം അല്ലെങ്കിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ശരീരത്തിലെ ചില അടയാളങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ അസാധാരണമായ സാഹചര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത, കേൾക്കാത്ത സാഹചര്യത്തിലൂടെ ഇത് കടന്നു പോവുകയാണ്. സങ്കീർണ നടപടിക്രമങ്ങളുണ്ട്, പ്രോട്ടോകോൾ പാലിക്കണം. ഇന്നലെ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെട്ടു. അതിന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണ്. ഒപ്പം അനീഷ് സൂചിപ്പിച്ചതുപോലെ സാധാരണ രീതിയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും കണ്ടുകിട്ടുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് അത് വീണ്ടും കാത്തുവെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സങ്കീർണ അവസ്ഥയിലൂടെ അത് കടന്നു പോവുകയാണ്. അനീഷ്, ഒരു കാര്യം കൂടി ഉള്ളത്, ഈ കാട്ടിലെ തിരച്ചിൽ നടപടികൾ സംബന്ധിച്ച് ചില സങ്കീർണതകളുണ്ടല്ലോ. ഇന്നലെ ചിലരെ, കഴിഞ്ഞ ദിവസം സൂചിപ്പാറയിൽ ചിലരെ കണ്ടില്ല എന്ന ആശങ്കകളൊക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്താണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാവുന്നുണ്ടോ?
സജിത്ത്, അതങ്ങേറ്റം അപകടകരമായ ഒരു തെരച്ചിൽ തന്നെയായിരുന്നു. കാരണം നിലമ്പൂർ ഭാഗത്തു നിന്നുമാണ് അവർ വനമേഖലയിലൂടെ തെരച്ചിൽ ആരംഭിച്ചത്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ കാട്ടിൽ നിന്നും അവർക്കൊരു മൃതശരീരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് അവർ പോകുന്ന വഴിയിലാണ് അവർ വഴിതെറ്റി ഒരു ഇടത്തേക്ക് പോയത്. ആ ഇടത്ത് തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരല്പസമയം മുമ്പ് നമ്മൾ വിളിച്ചപ്പോൾ ഫയർഫോഴ്സിലെ മൗണ്ടനിയറിംഗ് സംഘം, ഈ ദുരന്ത നിവാരണ സേനയിലെയും അംഗങ്ങളൊക്കെ അവിടെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം അപകടകരമായ ഒരു മല കയറി ഇറങ്ങി വേണം ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. ഇവരെ ഇന്നലെ അവർ താഴ്വാരത്ത് നിന്ന് ടോർച്ച് ലൈറ്റുകൾ അടിച്ച് ഈ രക്ഷക സംഘത്തെ കാണിച്ചിരുന്നു. ഒപ്പം ഇവരുടെ ഫോണിൽ അല്പനേരം മൊബൈലിൽ ചാർജ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. തങ്ങൾ 18 പേരുണ്ട്, ഒപ്പം തങ്ങളുടെ പക്കൽ ഒരു മൃതശരീരം കൂടി ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരുമായുള്ള ആശയവിനിമയം നടന്നിട്ടില്ല. അല്പസമയത്തിനകം ഈ പർവ്വതാരോഹക സംഘം അവർ മല കയറി ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. 10-25 പേരടങ്ങുന്ന സംഘമാണ് അവിടേക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ പോയിരിക്കുന്നത്. ആ പർവ്വതാരോഹക സംഘം ഈ മലയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നു. അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയാലാണ് ഇവർ നിൽക്കുന്ന ഇടത്തേക്ക് എത്താൻ പറ്റുക. അല്പസമയത്തിനുള്ളിൽ അവരെ വടങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തെരച്ചിലിനായി കാട്ടിൽ പോയ സംഘമാണ്. നമുക്കറിയാം പലയിടങ്ങളിലായി ഇത്തരം തെരച്ചിലുകൾ നടക്കുന്നുണ്ട്. നിലമ്പൂർ തന്നെയുള്ള പ്രദേശവാസികളായ ആളുകളാണ് ആ തെരച്ചിലിന് പോയത്. അവർ ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു മൃതശരീരത്തോടൊപ്പമാണ് അവർക്ക് ഒരു രാത്രി മുഴുവൻ ആ സ്ഥലത്ത് കഴിയേണ്ടി വന്നത് എന്നാണ്. എന്തായാലും അവരെ ഉടൻ പുറത്തെത്തിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ കാട്ടിനുള്ളിൽ അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പരിശോധന നടത്താൻ പോകുന്നവരുണ്ട്, അവിടെ കണ്ടെടുക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും തിരികെ വരാൻ പറ്റുന്നില്ല, അതിന് പുതിയ ദൗത്യം നടത്തേണ്ടി വരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം സൂചിപ്പാറയിലും സമാനമായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ സാധ്യതകൾ ഓരോന്നും തെരഞ്ഞുകൊണ്ടുള്ള, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സംശയകരമായ ഇടങ്ങളിലേക്ക് കൂടുതൽ പരിശോധന നടത്തുക. ഈ സ്നിപ്പർ ഡോഗുകൾ, കാരണം അവർ ദൗത്യം ഏറ്റെടുക്കുകയാണ്. പുതിയതായി 4 സ്നിപ്പർ ഡോഗുകൾ കൂടി വന്നിട്ടുണ്ട്. ആ സ്നിപ്പർ ഡോഗുകൾ കൂടി പരിശോധിച്ച് കണ്ടെത്തുകയാണ്. ഇത്തരം സംശയകരമായ വസ്തുക്കൾ എന്തെങ്കിലും മണ്ണിനടിയിലുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. അങ്ങനെ സൂക്ഷ്മ തലത്തിൽ പരിശോധന നടത്തുന്നു. ജനവാസ മേഖലയിൽ വീടുകൾ കൂടുതലുണ്ടായിരുന്ന ഇടങ്ങളിൽ അവിടെ മണ്ണ് വന്ന് മൂടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യം പരിശോധിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ആ പ്രദേശവാസികൾക്ക് പോലും ആ പരിസരം തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല. കാരണം അതിൻ്റെ പഴയ ഭൂമിയുടെ ഘടനയും പുതിയ ഘടനയുമായി ഒത്തുനോക്കിയൊക്കെ ആണ് പരിശോധനകൾ നടത്തുന്നത്. അതുകൊണ്ട് സങ്കീർണതകളാണ്. ഒരു നഗരം തന്നെ ഇല്ലാതായി. ഒരു ചെറു പട്ടണമായിരുന്നു ഈ ചൂരൽമല എന്ന് പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ ദൗത്യം സങ്കീർണമാണ്. കെട്ടിടങ്ങൾക്കിടയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെയോ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ, കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കപ്പെടുന്നത്. ഇന്ന് 7ാം ദിവസമാണ്. പലപ്പോഴും ഈ നാട്ടുകാർ ചില ദുർഗന്ധമൊക്കെ വരുന്നു എന്നറിയുമ്പോഴാണ് അവിടെ കൂടുതൽ പരിശോധനയ്ക്ക് വീണ്ടും സംവിധാനങ്ങൾ എത്തുന്നത്. അങ്ങനെ ഇന്നലെയും മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയ സ്ഥലം ഉണ്ടായിട്ടുണ്ട്. ചാലിയാറിലെ അവസ്ഥ തന്നെ ഇന്നലെ നമുക്കറിയാം. ചാലിയാറിൽ നിന്ന് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അവിടുത്തെ സാഹചര്യം, അവിടെ ഇപ്പോഴും പരിശോധന തുടങ്ങുന്നു. മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തി മുന്നോട്ട് പോവുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തത്തെ നേരിടുന്ന മലയാളികൾ, നമ്മൾ സമാനതകളില്ലാത്ത ഒരു ദൗത്യം കൂടിയാണ് അവിടെ നടത്തുന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു പുതിയ ഇടം ഉണ്ടാക്കണം. ഒരു പുനഃസൃഷ്ടി എല്ലാ തരത്തിലും ഇവിടെ ഒരു ആവശ്യമാണ്. മന്ത്രിമാരടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തന നടപടികളാണ് നടക്കുന്നത്. അതാണ് സാഹചര്യം. റവന്യൂ മന്ത്രിമാരുടെ സംഘമുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദൗത്യ നടപടികളുടെ പൂർത്തീകരണവും അതിൻ്റെ തുടർ സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് അറിയാം. ഇന്നലെ സർക്കാർ വിശദീകരിച്ചു. തുടർ പദ്ധതികളും അതിൻ്റെ വിശദീകരണങ്ങളുമൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ തുടർ സാധ്യത നീക്കങ്ങൾ കൂടി നമുക്കറിയാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ദൗത്യം. അതിൻ്റെ തുടർ നീക്കങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ നീക്കങ്ങൾ കൂടി അറിയാം. മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാവും. ഇന്ന് നടക്കുന്ന പരിശോധന പലതരത്തിലാണ്. ഇന്ന് ഈ ബെയിലി പാലത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നതിന് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ തുടർ നീക്കങ്ങൾ. പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തന മേഖലകളിലെ ഇടപെടലിനും ഒക്കെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്,
മറ്റൊന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ കൂടിയാണ്, അതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്.